ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നെയ്ച്ചോറ് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ? നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പോട്ടിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ ഇവിടെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 3 ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും 1 പച്ചമുളക് നടുവേ കീറിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഗോൾഡൻ ബ്രൗൺ നിറമാവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. 15 മിനിറ്റ് കുതിർത്ത 2 കപ്പ് അരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് 2 കപ്പ് വെള്ളം മതിയാകും. ഞാനിവിടെ 59 ml വരുന്ന മെഷറിംഗ് കപ്പിൽ 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒരു ഗ്ലാസ് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എനിക്കിവിടെ 15 മിനിറ്റാണ് വേവിൻ്റെ സമയമായി കിട്ടിയിട്ടുള്ളത്. ഓരോരുത്തരുടെയും സ്റ്റൗവിനനുസരിച്ച് വേവുന്നതിന് വ്യത്യാസമുണ്ടാകും.
അരി വെന്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.